ഇന്ന് നമ്മുടെ കൂടെ റസാഖ് അബീർ സാറാണ്. 15 വർഷത്തിലധികമായി വിദേശ MBBS പഠന രംഗത്ത് നിറഞ്ഞു പ്രവർത്തിക്കുകയും 1000-ലധികം വിദ്യാർത്ഥികളെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ള റസാഖ് അബീർ സാറിനോട് നമുക്ക് വിദേശ MBBSന്റെ സാധ്യതകളെക്കുറിച്ചും അതിലെ വിവരങ്ങളെക്കുറിച്ചും ചോദിച്ചറിയാം. നമസ്കാരം സാർ. റസാഖ് സാർ, എല്ലാവരും MBBS എന്ന 4 അക്ഷരത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. +2 സയൻസ് പഠിക്കുന്ന ഒരു 40% വിദ്യാർത്ഥികൾ എടുത്തു നോക്കിയാലും അവരുടെ മൈൻഡിൽ എപ്പോഴും MBBS എന്ന ഒരു സ്വപ്നമാണ്. അതെ, ഒരുപാട് ആൾക്കാർ വിദേശത്തും പോയി പഠിക്കുന്നു. ഇവരൊക്കെ തിരിച്ചു വരുമ്പോൾ അവർക്കുള്ള ഒരു ജോലി സാധ്യത എത്രത്തോളമാണ്? നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്, ഇപ്പോൾ WHO നിർദ്ദേശിക്കുന്നത് ഒരു ഡോക്ടർക്ക് 834 പേഷ്യൻസ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇന്ത്യ നിലവിലുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ 1300-ന് മുകളിലാണുള്ളത്. അപ്പോൾ ഇനിയും വർഷങ്ങളെടുക്കും ഇന്ത്യയിൽ അവൈലബിൾ ആയ ഡോക്ടേഴ്സ്, ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട്. ഓരോ വർഷങ്ങളിൽ പഠിച്ചിറങ്ങാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇനിയും വർഷങ്ങളെടുക്കും അത് നികത്താൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് വെച്ചിട്ട് ഇവിടെ ഡോക്ടർമാർ വരുന്നുണ്ട്. ഈ എല്ലാ ഡോക്ടേഴ്സും ഇന്ത്യയിൽ നിൽക്കുന്നില്ല. നല്ലൊരു ശതമാനം വിദേശത്തേക്കും പോകുന്നുണ്ട്. നമ്മളിവിടെ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ് കൂടുതൽ കാണുന്നത്. ഡോക്ടർ ആയ ആളുകളെ കൂടുതൽ കാണുന്നില്ല. അപ്പോൾ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളെ വെച്ചിട്ടാണ് പലപ്പോഴും ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകളുണ്ടെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനിയും ഒരുപാട് ഡോക്ടേഴ്സിന് സാധ്യതയുണ്ടെന്നാണ് സാറ് പറയുന്നത്. അതെ, എന്നാലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് MBBS കഴിഞ്ഞ് വരുന്ന ഡോക്ടേഴ്സിന് ഇവിടെ എത്തുമ്പോൾ ജോലി സാധ്യതയിൽ എന്തെങ്കിലും കുറവുണ്ടോ? അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ വിദേശത്ത് പഠിച്ചു നാട്ടിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേക ജോലിയിൽ വലിയ വ്യത്യാസങ്ങളില്ല. നമുക്കിപ്പോൾ കേരളത്തിൽ പഠിച്ച് അല്ലെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ പഠിച്ചിറങ്ങിയൊരു കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ആ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിദേശത്ത് പഠിച്ച ഒരു കുട്ടിക്കും കഴിയും. പിന്നെ ഒരു നല്ല ഡോക്ടർ ആവാണോ മോശം ഡോക്ടർ ആണോ എന്നുള്ളത് നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യൻ്റായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് സാർ എവിടെ പഠിച്ചു എന്ന് ചോദിക്കാറുണ്ടോ? അങ്ങനെ ആരും ചോദിക്കാറില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ നല്ലൊരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പേഷ്യൻസിനെ കിട്ടും എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ഈ കേരളത്തിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പേഷ്യൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു എക്സ്ട്രാ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ ഇതൊരു അൾട്ടർനേറ്റീവാണ്. നമുക്ക് ആ പരിമിതമായ സീറ്റുകൾ ഇവിടെയുള്ളൂ എന്ന യാഥാർത്ഥ്യം നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ വിദേശത്ത് പോകേണ്ട സാഹചര്യം കൊണ്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല ഡോക്ടർ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഇവിടെയുള്ള കുട്ടികളെക്കാൾ നമുക്കൊരു എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതലും വിദേശത്ത് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു രാജ്യത്തുള്ളൊരു എക്സ്പീരിയൻസ് അവർക്ക് എക്സ്ട്രാ ഒരു മുതൽക്കൂട്ടാണ്. ഒരു ജോലിയുടെ സമയത്തൊക്കെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ ഡോക്ടർ പഠിക്കാൻ നാട് തിരഞ്ഞെടുക്കുകയും വർക്ക് ചെയ്യാൻ വിദേശം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വൈരുദ്ധ്യമുണ്ട്. ആ സമയം നിങ്ങൾ വിദേശത്ത് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിദേശത്ത് പോയിട്ട് പഠിക്കുന്നതായിരിക്കും നന്നാവുക. പക്ഷെ എപ്പോഴും നമുക്ക് ഒരു കേരളത്തിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് ആരും പോകാൻ നമ്മൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഏറ്റവും ബെസ്റ്റ് ഇന്ത്യയിൽ ഡോക്ടർ ആവുന്നതാണ്, കേരളത്തിൽ ഡോക്ടർ ആവുന്നതാണ്. പക്ഷെ പരിമിതമായ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ വിദേശത്ത് പോകുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. മാത്രമല്ല, ഒരു വളരെ പാഷനേറ്റീവായിട്ട് വിദേശത്ത് പോകുന്നൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഓപ്ഷൻസ് ഇപ്പോഴുണ്ട്. നമുക്കവിടെ MBBS കഴിഞ്ഞു, എന്നിട്ട് അവിടെ നമുക്കൊരു 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് കേരളത്തിൽ 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. കേരളത്തിലെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കിട്ടാതെ പോകാനിടയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പല വിദ്യാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ നാട്ടിൽ വെക്കേഷൻ വരുന്ന സമയത്തൊക്കെ ഒബ്സർവേഷൻഷിപ്പ് വരെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ പേഷ്യൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ധാരാളം ആപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ട്യൂഷൻ ആപ്പ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എന്ത് പഠിപ്പിക്കുന്നു സെയിം കാര്യങ്ങൾ തന്നെ അവർക്ക് ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് ഇരുന്ന് പഠിക്കാനുള്ള നമ്മളൊരു ആഡഡ് അഡ്വാൻറ്റേജസ് പോലെ ഒരു എക്സ്ട്രാ സർവീസായിട്ട് അങ്ങനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു അൾട്ടർനേറ്റീവ് ഓപ്ഷനാണ്. അതിനെങ്ങനെ ബെസ്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് എപ്പോഴും. സാറ് പറഞ്ഞു വന്നത് എവിടെ പഠിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ്. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ്. അതെ, ഇത് ചില വിദ്യാർത്ഥികളെങ്കിലും ഒരു ഗ്ലാമർ പദവിക്ക് വേണ്ടിയിട്ട് കുട്ടികളിത് സെലക്ട് ചെയ്യുന്ന സമയത്ത് തൃശങ്കുലാകുന്നത് പാരൻസാണ്. അങ്ങനെ സാറിന് തോന്നിയിട്ടുണ്ട്? ഇപ്പോൾ പഴയ രീതിയിലല്ല ഇപ്പോൾ ഉള്ളത്. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥി, ഇപ്പോൾ നമുക്കൊരു 100 കുട്ടികളെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 80 കുട്ടികൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ്.
നമുക്ക് അവരുടെ ഒരു ട്രാക്ക് നോക്കിയാൽ അറിയാം. അവരുടെ 10th മാർക്കാണെങ്കിലും +2 മാർക്കാണെങ്കിലും നീറ്റിന് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇപ്പോൾ ഈ വർഷമൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്തവർ റിപ്പീറ്റ് ചെയ്തവരൊക്കെ വരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നല്ലൊരു ശതമാനം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് തന്നെയാണ് MBBSന് വേണ്ടി പോകുന്നത്. അത് ഇവിടുത്തെ എല്ലാ പരിശ്രമങ്ങളും നടത്തി കിട്ടാത്ത കുട്ടികളും പോകുന്നുണ്ട്. പിന്നെ എല്ലാ മേഖലയിലും എന്ന പോലെ ഇതും ഒരു പാഷനേറ്റീവായിട്ട് അങ്ങനെ ആ രീതിയിൽ വരുന്ന കുട്ടികൾ എന്ന പോലെ തന്നെ തിരിച്ചും വരുന്നവരുണ്ട്. ഒരു 20% ഒക്കെ വരുന്നുണ്ട്. അത് പേരൻസ് എപ്പോഴും ഡബിൾ ചെക്ക് ചെയ്യണം. നമ്മൾ എന്തിനാണ് പോകുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വിദേശം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ ലൈസൻസി എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ മറ്റു കോഴ്സുകൾ പോലെയല്ല, ആ കൃത്യമായ ഒരു ആത്മപരിശോധന വിദ്യാർത്ഥി നടത്തണം. വിദ്യാർത്ഥിയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ പേരൻസ് ഈ കോഴ്സിൽ ഉടനീളം കൃത്യമായ റോളുകൾ വഹിക്കണം. ഇവരുടെ കൃത്യമായ ട്രാക്ക് റെക്കോർഡുകൾ പരിശോധിക്കണം. എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടി അവിടെ ആബ്സെൻസ് വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പല യൂണിവേഴ്സിറ്റികളും ഒരു ആപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിന് എല്ലാ കാര്യങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരു ഗ്ലാമറസ് ആയ കാര്യമാണെന്നുള്ളത് സത്യസന്ധമായ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ നല്ലൊരു മൃഗീയ ഭൂരിപക്ഷം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുന്നവരാണ്. എല്ലാ മേഖലയിലെന്ന പോലെ ഇവിടെയും ഇങ്ങനെ പെട്ടെന്നുള്ള ഇമോഷണലൊക്കെ ആയിട്ട് പോകുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻജിനീയറിങ്ങിൽ 50%ഓളം ഡ്രോപ്പ് ഔട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു കരിയർ സെലക്ട് ചെയ്യുന്നിടത്ത് നമ്മളൊരു അബദ്ധം സംഭവിക്കുന്നുണ്ട്. അത് എല്ലാ മേഖലയിലെന്ന പോലെ MBBSലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാരൻസ് കൃത്യമായി പരിശോധിച്ച് ഒരു ആത്മപരിശോധന നടത്തി ഒരു ഡബിൾ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ സ്റ്റുഡൻസിനെ എടുക്കേണ്ടതും പറയേണ്ടതും. നമ്മൾ കൃത്യമായിട്ട് എല്ലാ ഇപ്പോൾ പാരൻസിനായിട്ടാണെങ്കിലും കുട്ടികളായിട്ടും കൗൺസിലിങ്ങിൽ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് പരിശോധിക്കാറുണ്ട്. മനസ്സിലായി. സാറിൻ്റെ അടുത്ത് വരുന്ന വിദേശ MBBS സ്വപ്നം കാണുന്ന പാരൻസിന് സാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥി ഒരു പാരൻ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് അവരുടെ ട്രാക്ക് റെക്കോർഡ് മാർക്ക് കാര്യങ്ങൾ ആദ്യമായിട്ട് നോക്കും. അത് നോക്കി കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്കറിയാം. അതുപോലെ തന്നെ കൃത്യമായി നോക്കേണ്ടത് അവരുടെ ഒരു ബഡ്ജറ്റ് വളരെ നിർണായകമാണ്. പലപ്പോഴും ഒരു പാരൻ്റ് വരുന്ന സമയത്ത്, കുട്ടി വരുന്ന സമയത്ത് അവർക്ക് ചില ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ഒരിക്കലും അവരുടെ ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ബഡ്ജറ്റ് കൂടെ പരിഗണിക്കും. പിന്നെ നമുക്ക് NMCയുടെ ഗൈഡ് ലൈൻസ് കുറേ കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ട് ഈ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കൺട്രിയാണോ യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളത് നോക്കും. ഇതുപോലെ ഇപ്പോൾ നമ്മളൊരു +2 കഴിഞ്ഞൊരു കുട്ടിയും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തൊരു കുട്ടിയും റിപ്പീറ്റ് ചെയ്ത കുട്ടികളൊക്കെ വരും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഡ്യൂറേഷന് കോഴ്സിൻ്റെ കാലയളവ് വലിയ കൺസേൺ ആയിരിക്കും. എസ്പെഷ്യലി ഗേൾസൊക്കെ വരുമ്പോൾ ചിലപ്പോൾ റിപ്പീറ്റ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ 6 വർഷം കൊണ്ട് കോഴ്സ് കഴിയാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, 7 വർഷം കൊണ്ട് കോഴ്സ് കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു വിദ്യാർത്ഥി വന്നു കഴിഞ്ഞാൽ, ഒരു പാരൻ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ഒരു കൗൺസിലിംഗ് ചെയ്തുകൊണ്ട് അവർക്കൊരു രാജ്യമോ യൂണിവേഴ്സിറ്റിയോ ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നല്ല മാർക്കുള്ള കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്കോളർഷിപ്പിനൊക്കെ നല്ല പോസിബിലിറ്റിയുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ അവർക്ക് സജസ്റ്റ് ചെയ്യാം. കാരണം അവർ അത് നല്ല സ്റ്റുഡിയസ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്, അവർക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ പഠന കാലയളവിലും അല്ലെങ്കിൽ നമുക്കൊരു എൻട്രി ലെവൽ സ്കോളർഷിപ്പുകളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സ്കോളർഷിപ്പുകളുണ്ട്. ഇതൊക്കെ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയും. ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ, പാരൻ്റ് വന്നു കഴിഞ്ഞാൽ അവരെന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് അവർക്ക് വേണ്ടത് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾ പോകുന്ന ഇടങ്ങൾ ഒക്കെ ഇവർ ആ ഒരു മുൻവിധിയോട് കൂടിയിട്ടായിരിക്കും ഇവർ വരിക. പക്ഷേ ഇവർക്ക് ഇതിനേക്കാൾ ബെസ്റ്റ് ഓപ്ഷൻ പലപ്പോഴും ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവർ മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ പോയ കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ലോ ബഡ്ജറ്റ് നോക്കി പോയവരായിരിക്കാം, അല്ലെങ്കിൽ അന്നേരം ഏറ്റവും ഒടുവിൽ അഡ്മിഷൻ എടുത്ത ആളുകൾക്ക് അവൈലബിളായ യൂണിവേഴ്സിറ്റി ആയിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മാർക്കുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് എത്തിയാൽ ഗുണകരമാവുന്ന പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സാമ്പത്തികം അനുവദിക്കുന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻസ്, ഫിനാൻഷ്യലി ബെസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യാൻ കഴിയും. ഇത്തരത്തിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ അതുപോലെ നമുക്ക് കൃത്യമായ ട്രാക്ക് റെക്കോർഡുകൾ, ഡിസിപ്ലിൻ വൈസ് ഉള്ളത് അങ്ങനെയുള്ള കൊടുക്കാൻ പറ്റും. സേഫ്റ്റി വലിയൊരു കൺസേൺ ആവും. ഇപ്പോൾ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഇങ്ങനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. വിദേശ രാജ്യം കൂടിയാണ്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. നമുക്ക് എന്ത് ഗ്യാരണ്ടിയാണ് സാർ? തീർച്ചയായിട്ടും. ഇപ്പോൾ ചിലപ്പോഴൊക്കെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ഹോസ്റ്റലുണ്ടോ, ഇതൊക്കെ കൺസേണുകളാണ് പാരൻസിനെ സംബന്ധിച്ചോ. അപ്പോൾ മാത്രമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഒരു വിദ്യാർത്ഥി വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഫിനാൻഷ്യലും മാർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷന് കൃത്യമായിട്ട് അതിലേക്ക് മാത്രം പുഷ് ചെയ്യുന്നതിന് പകരം നമുക്ക് അവർക്ക് എന്താണോ വേണ്ടത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
ഒപ്പം നമുക്ക് അവരുടെ പ്രദേശത്ത് നിലവിൽ ആ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഈ വർഷം നമുക്ക് പുതിയതായി പോകുന്ന കുട്ടികളെ അവർക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കംഫർട്ടാണ്. സ്വാഭാവികമായിട്ടും ഒരു ഹോം സിക്നെസ്സും കാര്യങ്ങളും ഇല്ലാതെ അവരുടെ പ്രദേശത്തെ കുട്ടികളായിട്ട് നേരത്തെ സംസാരിച്ച് അവരുടെ പേരൻസിനെ ഒന്ന് കംഫർട്ടാക്കാനൊക്കെ നമുക്ക് പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. എന്നാലും ഒരു MBBS ആസ്പിരൻറ്റിന് സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളും യൂണിവേഴ്സിറ്റികളും എന്ന് പറയാം. പുതിയ സാഹചര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, കസ്റ്റമൈസിന് ഓരോ വ്യക്തി വന്നാൽ ആ വ്യക്തികൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ ഈ രാജ്യ യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുന്നത്. പുതിയ സാഹചര്യത്തിൽ നമ്മൾ NMCയുടെ ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ നമുക്കില്ല. അപ്പോൾ നമുക്ക് ഏതൊരു സമയത്താണ് ഇപ്പോൾ ഈ വർഷം നമ്മൾ പറയുന്ന യൂണിവേഴ്സിറ്റി രാജ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ ചൈന ധാരാളം കുട്ടികൾ നമ്മൾ സ്റ്റുഡൻസായിട്ട് ഡോക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ട്. ഫിലിപ്പീൻസിലും ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, ഡോക്ടറായിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോൾ നമുക്ക് അത്തരം രാജ്യങ്ങളോ ഈ യൂണിവേഴ്സിറ്റികൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പുതിയ നിയമങ്ങൾ, ആ നിയമങ്ങളിൽ ഒരുപാട് ക്ലോസുകളുണ്ട്. അപ്പോൾ ഈ നേരത്തെ പോയിരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പുതിയ കുട്ടികൾക്ക് പോകാനും കഴിയില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു 10-20 രാജ്യങ്ങൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ 21 രാജ്യങ്ങളിൽ അതിലൊരു 18 രാജ്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ നിലവിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ചില കൺഫ്യൂഷൻസൊക്കെ ഉള്ള രാജ്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. അത് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ 18 രാജ്യങ്ങളിലേക്ക് നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ നിലവിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, പഠിച്ചിറങ്ങിയവരുണ്ട്, ഇപ്പോൾ ഈ വർഷം പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു രാജ്യം സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ഒരു നേരത്തെ പറഞ്ഞ ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് നമുക്ക് ആ യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയണമെന്നുണ്ടെങ്കിൽ മോൾഡോവയിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 1000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ, മലയാളി വിദ്യാർത്ഥികൾ തന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പം വയനാട് തന്നെ നമ്മളൊരു 40-ഓളം വിദ്യാർത്ഥികളെ പല വർഷങ്ങളിലായിട്ട് അവിടെ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഈ വർഷവും നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ജോർജിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GCCയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾ, കാരണം പേരൻസിനൊക്കെ ഓണറൈവലാണ്, ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജോർജിയയിലേക്ക് ധാരാളം കുട്ടികൾ 19-ഓളം യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ പോകുന്നുണ്ട്. ഇത്തിരി കോസ്റ്റ്ലിയാണ്, ഒരു $6000 ഒരു ഫീസ് ഒക്കെ കൊടുക്കാൻ കഴിയുന്നൊരു പേരൻ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റികൾ നമുക്ക് ജോർജിയയിലുണ്ട്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഫോർഡബിൾ ആയിട്ടൊരു ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നല്ല ക്ലിനിക്കൽ സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ ഈ വർഷമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലൊരു 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഈ വർഷം ഒരു 150-ഓളം വിദ്യാർത്ഥികൾ നമുക്കിപ്പോൾ വയനാടാണെന്നുണ്ടെങ്കിലും കോഴിക്കോട് ഏതൊരു ജില്ലയാണെങ്കിലും നിലവിൽ സ്റ്റുഡൻസ് ഉണ്ട്, പഠിക്കുന്നവരുണ്ട്, ഈ വർഷം പോകുന്നവരുണ്ട്. നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിലെ മിക്ക യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഏതൊരു യൂണിവേഴ്സിറ്റി ചോദിച്ചാലും നമുക്ക് റെഫറൻസ് കൊടുക്കാനും നിലവിൽ പഠിക്കുന്ന കുട്ടികളുടെ റെഫറൻസ് ഒക്കെ കൊടുക്കാൻ കഴിയും. അതുപോലെ ഇപ്പോൾ ഈ വർഷമാണെങ്കിലും നമുക്ക് ഏത് ജില്ലകളിലാണെങ്കിലും കുട്ടികളുണ്ട് എന്നുള്ളതാണ്. ഏതൊരു പാരന്റിനും ധൈര്യമായിട്ട് നമ്മളെ സമീപിക്കാം, അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഒന്നാമത് നമുക്കൊരു 15 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. കേരളത്തിലുടനീളം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. കേരളത്തിലുടനീളം ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും നമ്മുടെ കുട്ടികളുണ്ട്. നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. പേരൻസിൻ്റെ അസോസിയേഷൻ സപ്പോർട്ട് വരെ നമുക്കുണ്ട്. നമ്മുടെ ചൈനയുടെ കാര്യത്തിലൊക്കെ പേരൻസ് അസോസിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര വർഷത്തൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് എൻ്റെ അടുത്ത് പലപ്പോഴും പല പേരൻസ് ചോദിക്കാറുണ്ട്, ഡോക്ടേഴ്സ് നിലവിൽ പഠിക്കുന്നവരുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സെമിനാറുകളിലാണെങ്കിലും നമ്മുടെ വെബിനാറുകളിലൊക്കെ അത്തരം ഡോക്ടേഴ്സ് നമ്മൾ കൊണ്ടുവരാറുണ്ട്, കുട്ടികളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു സെഷൻ തന്നെ കുട്ടികൾക്ക് വേണ്ടി വെക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ USMLE പ്രോഗ്രാമൊക്കെ എങ്ങനെ ട്രാക്ക് ചെയ്യണം, അതിൻ്റെ കൃത്യമായ റോഡ് മാപ്പ് എന്താണ്, അങ്ങനെ ചോദിക്കുന്ന പേരൻസ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് USMLE പാസ്സായ ഡോക്ടേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കേരളത്തിലുടനീളം ഏത് ജില്ലയാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിൽ ഹോസ്പിറ്റലുകളിൽ വരെ നമ്മളിലൂടെ വന്ന ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമ്മളങ്ങനെ ഇതുപോലെ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊരു ജില്ലയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിൽ കണക്ട് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നത് നമ്മുടെ ഇത്രയും വർഷത്തൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21-ഓളം രാജ്യങ്ങളിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു 18 രാജ്യങ്ങളിൽ നിലവിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഏതൊരു കൺട്രി ആണെന്നുണ്ടെങ്കിലും സത്യത്തിൽ ആദ്യ ഘട്ടങ്ങളിൽ ഒരു സ്റ്റുഡൻ്റ് അന്വേഷിക്കുക US പോകാൻ കഴിയുമോ, UK പോകാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ അവിടെ അവരുടെ പ്രത്യേക ലൈസൻസി എക്സാമിനേഷന്, പ്രവേശന പരീക്ഷകളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി ടാസ്ക് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ യൂറോപ്യൻ യൂണിയൻ അതൊരു 8,000 യൂറോ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന, ഒരു 10,000 യൂറോ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ നമ്മൾ യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് ഉണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ ഈ യൂറോപ്യൻ യൂണിയൻ കൺട്രീസൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അഫോർഡബിൾ ആണെങ്കിൽ അതിനനുസരിച്ച് രാജ്യങ്ങൾ യൂണിവേഴ്സിറ്റികളുണ്ട്. നമുക്ക് സാമ്പത്തികമായിട്ട് അനുവദിക്കുന്നവരാണെങ്കിൽ യൂറോപ്പ് യൂണിയൻ കൺട്രീസ്, ഇവിടെയൊക്കെ നിലവിൽ പഠിക്കുന്നവരും ഈ വർഷം പോകുന്നവരൊക്കെ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി. സാറ് പറഞ്ഞ രാജ്യങ്ങളിലേക്ക്, യൂണിവേഴ്സിറ്റികളിലേക്ക് കുട്ടികളെ എത്തിക്കാൻ ഒരുപാട് കൺസൾട്ടൻസികൾ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് നമ്മൾ വഴി കുട്ടികൾ അഡ്മിഷൻ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വഴി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ബെനഫിറ്റുകൾ എന്താണ്? നമ്മൾ വഴി എന്നതിനപ്പുറത്തേക്ക് ഒരു ഏജൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാനായിരിക്കും നന്നാവുക. നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതും അതിലൂടെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ നേരത്തെ ഉള്ള പോലെയല്ല. നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു യൂണിവേഴ്സിറ്റി, ഒരു രാജ്യം സെലക്ട് ചെയ്യാനാണ് കൺസൾട്ടൻസികൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിയമങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പല നോട്ടിഫിക്കേഷൻസും പഠന കാലയളവിൽ കുട്ടികൾ അറിയേണ്ടി വരും. ഇനി പഠനം കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ രജിസ്ട്രേഷൻ പ്രോസസ്സുകളൊക്കെ കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കുട്ടികൾ യഥാസമയങ്ങളിൽ അറിയണം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, കൊറോണ വന്ന സാഹചര്യത്തിൽ കുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുവരാനും കൺസൾട്ടൻസികൾ ഉണ്ടാവേണ്ടി വരും. ഇനി യുദ്ധം വന്ന സാഹചര്യം, ഉക്രൈനിൽ യുദ്ധം വന്ന സാഹചര്യത്തിൽ അപ്പോൾ അഡ്മിഷൻ എടുക്കുക എന്നതിനപ്പുറത്തേക്ക് ത്രൂ ഔട്ട് ഈ കുട്ടികളുമായിട്ട് ചേർന്ന് നിൽക്കേണ്ടവരാണ് കൺസൾട്ടൻസികൾ എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പുതിയ നെക്സ്റ്റ് എക്സാമിൻ്റെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് എക്സാം എന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ടും ഇന്ത്യൻ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു അഡീഷണൽ ഒരു കാര്യം കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ സിലബസ് കൃത്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 1ാമത്തെ വർഷത്തിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് പുതിയ രാജ്യമാണ്, പുതിയ ഭാഷകളാണ്. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന രാജ്യങ്ങളൊന്നും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളല്ല. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, കുട്ടികൾക്ക് ഇംഗ്ലീഷിലായതുകൊണ്ട് പുറകിലാവാനും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റാത്ത സിറ്റുവേഷനൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു പുതിയ ട്യൂഷൻ ആപ്പ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പഠിക്കുന്ന സമയത്ത് തന്നെ പഠന കാലയളവിൽ തന്നെ അത് കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ മെൻറ്റർഷിപ്പ് കുട്ടികൾക്ക് കൊടുക്കുക. അവർ ഏതൊക്കെ സബ്ജക്റ്റിലാണോ വേണ്ടത് ആ സബ്ജക്റ്റിൽ ട്യൂഷൻ ആപ്പാണ് അത് കൃത്യമായിട്ട്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് നിർമ്മിച്ചിട്ടുള്ളത്. അതിനൊരു ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാം എന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ടും ഇന്ത്യൻ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാരലായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിച്ചത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, നമ്മൾ മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അത് മലയാളത്തിൽ തന്നെ കൊടുക്കുന്നതിൻ്റെ ഒരു ഇൻറ്റൻഷൻ അതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താനൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഒരു പുതിയ കാലഘട്ടത്തിൽ ഒരു അഡ്മിഷൻ എടുക്കുക എന്നതിനപ്പുറത്തേക്ക് പഠന കാലയളവിലും പഠനാനന്തരവും കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആര് വഴി പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നേരത്തെ പറഞ്ഞു ഏത് യൂണിവേഴ്സിറ്റി എടുക്കണം, ഏത് രാജ്യം എടുക്കണം എന്ന പോലെ തന്നെ വളരെ നിർണായകമായ കോമൺ സെൻസ് വേണ്ട ഒരു ഡിസിഷൻ തന്നെയാണ് ആര് വഴി പോകുന്നു എന്നുള്ളത്. കാരണം ഈ കോഴ്സ് കഴിഞ്ഞ് വരുന്നവരെ ഇവരിവിടെ ഉണ്ടാവുമോ, നമുക്ക് പല കാര്യങ്ങളും അറിയാം. ഈ സീസണൽ പ്ലെയേഴ്സ് ഉണ്ട്, അവരിപ്പോൾ ഓരോ സീസണിൽ വരും, അത് പോയി കഴിയും. അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സല്ല MBBS. സ്വാഭാവികമായിട്ടും എത്ര വർഷമായിട്ട് ഇവരിവിടെ ഉണ്ട്, അവരിലൂടെ കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ടോ, അവർ കൃത്യമായ സർവീസ് കൊടുക്കുന്നുണ്ടോ. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചൈനയുടെ ഒരു പശ്ചാത്തലം വന്ന സമയത്ത് ചൈനയിൽ ഓൺലൈൻ നമുക്ക് നേരത്തെ പരിചിതമല്ലാത്തൊരു സിറ്റുവേഷനാണ്, കൊറോണ വന്നു. അന്നേരം കുട്ടികളെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് കൺസേൺ. നമ്മളാൽ കഴിയുന്ന രീതിയിൽ എംബസിയൊക്കെ ആയിട്ട് ഇടപെട്ടിട്ടും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കൃത്യമായ റോളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ കുട്ടികളെത്തിയ സമയത്ത് ഓൺലൈൻ കോഴ്സ് അംഗീകരിക്കില്ല എന്നുള്ള പ്രശ്നമുണ്ട്. എന്നാൽ കുട്ടികൾക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. ചൈനയാണ് ഏറ്റവും അവസാനം ഓപ്പൺ ആക്കിയ കൺട്രി. ആ സമയത്ത് ഇപ്പം ഞാൻ തന്നെ നേതൃത്വം നൽകിയിട്ടാണ് ഒരു പാരൻസ് അസോസിയേഷൻ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനെ മാത്രമല്ല കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ അതിനപ്പുറത്തേക്ക് കേരളത്തിനപ്പുറത്തേക്ക് അത് വളർന്നു. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പാരൻസ് ആ ഗ്രൂപ്പിൽ വരികയും ഇപ്പോഴും ആ പാരൻസ് അസോസിയേഷൻ നിലനിൽക്കുന്നുണ്ട്. നമ്മളൊരു നിമിത്തമായി എന്നുള്ളതാണ്. അത് നമ്മുടെ ഓഫീസിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനും ആദ്യത്തെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് എൻ്റെ മൊബൈലിൽ നിന്നാണ്. അപ്പോൾ പാരൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഒരു കൺസൾട്ടൻസിൻ്റെ ഭാഗത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കമ്മിറ്റിയുടെ അംഗമായിരുന്നു ഞാൻ. അപ്പോൾ നമുക്കൊരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കേവലം സപ്പോർട്ട് മാത്രമല്ല ഏജൻസികൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചില ആളുകളുണ്ട് അഡ്മിഷൻ എടുക്കും, പാർസൽ സർവീസ് പോയി കയറ്റി അയക്കുന്ന ടീമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മളെ എസ്കോർട്ട് പോകുന്നുണ്ട് കുട്ടികൾക്ക്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഹോസ്റ്റൽ അല്ലെങ്കിൽ മെസ്സ് നമ്മൾ തന്നെ റൺ ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അത് പോസിബിൾ അല്ല. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തരം സർവീസുകൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം അവരുടെ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുക, നീഡ്സിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ബിസിനസ് ആയിട്ടല്ല. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വളരെ കംഫർട്ടാണ്.
ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഒരു കൃത്യമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി ഭക്ഷണം കിട്ടണം, കൃത്യമായ ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. അത് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രൊവൈഡർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെയുള്ള പോലെയല്ല, അഡ്മിഷൻ സപ്പോർട്ട് മാത്രമല്ല, ഒരു പാർസൽ സർവീസ് അപ്പുറത്തേക്ക് കോഴ്സ് കഴിയുന്നവരെ ത്രൂ ഔട്ട് സർവീസ് കൊടുക്കാൻ പറ്റുന്ന ശേഷം നമ്മുടെ ഹെൽപ്പ് നിർദ്ദേശിച്ചു. അങ്ങനെ ചെയ്യുന്ന ആരാണോ അവരെ കണ്ടെത്താനാണ് പാരൻസ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകൾ വഴി പോകുമ്പോൾ അതിന് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഈ ടീം എത്ര വർഷമായിട്ടുണ്ട്, പലപ്പോഴും ഓരോ വർഷങ്ങളിലും ഓരോ പേരുകൾ വരെ വരുന്നത് നമുക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ളത് കൊണ്ട് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ പുതിയ പേരുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ, അപ്പോൾ അവരുടെ പഴയ പേരിന് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ അതൊക്കെ പേരൻസിൻ്റെ കൺസേൺ. നമുക്കൊരു വേദിയിലും വ്യക്തികളെയോ ഒന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത് പേരൻസ് കോമൺ സെൻസിന് വിടേണ്ട കാര്യങ്ങളാണ്. ഇത്രയും സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് വാച്ച് ചെയ്യുന്ന വിദേശ MBBSന് തയ്യാറെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ രാജ്യങ്ങളെക്കുറിച്ച്, യൂണിവേഴ്സിറ്റികളെക്കുറിച്ച്, സ്കോളർഷിപ്പിനെ കുറിച്ച്, വിദേശ MBBSുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാ സംശയങ്ങൾക്കും റസാഖ് സാറും ഒരു കരിയർ വിങ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഓൾറെഡി ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പറഞ്ഞു തരാനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഒപ്പം തന്നെ വിദേശത്ത് MBBS പഠനത്തിന് തയ്യാറെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിദേശത്ത് പോയി നല്ല രീതിയിൽ പഠിക്കാനും തിരിച്ചു വന്ന് ഒരു നാടിൻ്റെ അഭിമാനമായി മാറാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.